ഭാരത മണ്ണിന്റെ ഭാസുരഭാവിക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിച്ചേ മതിയാകൂ. തീപാറുന്ന പോരാട്ടം നടക്കുന്ന ഈ വേളയിൽ റഹ്മാൻ ബന്ദിയോടൊരുക്കിയ 2 മനോഹര ഗാനങ്ങൾ നല്ലവരായ വോട്ടർമാർക്ക് വളരെ സ്നേഹത്തോടെ ഇതാ സമർപ്പിക്കുന്നു. ഇന്ത്യ ഭരിക്കാൻ കോൺഗ്രസ് ഇനി വന്നില്ല എങ്കിൽ പിന്നെ ഭാരത മണ്ണിന്റെ അവസ്ഥകൾ എന്തായിത്തീരും? അതുപോലെ കേരള മക്കൾ ജാതിമത ഭേദം തെല്ലും ഇല്ലാതെ കൈകൾ കോർത്താൽ നമ്മൾ വിജയിക്കും. ഇന്ത്യ ഭരിക്കാൻ കോൺഗ്രസ് ഇനി വന്നില്ല എങ്കിൽ പിന്നെ ഭാരത മണ്ണിന്റെ അവസ്ഥകൾ എന്തായിത്തീരും? ഇലക്ഷൻ വരുന്ന നേരം ഓരോരോ കോപ്രായങ്ങൾ കാക്കുന്ന കൂട്ടരെ നമ്മൾ തിരിച്ചറിയണം. വോട്ട് ചോദിക്കാൻ മാത്രം അമ്പലവും പള്ളിയും ചർച്ചും കേറി നടക്കുന്നതിൻ പൊരുളറിയണം. ഇനിയൊന്നും ചിന്തിക്കേണ്ട, അതിനായി ഇനി സമയമില്ല. കയ്യെത്തും ദൂരത്താണല്ലോ ബൂത്തിൽ എത്തുന്ന നാളുമണഞ്ഞല്ലോ. ഇന്ത്യ ഭരിക്കാൻ കോൺഗ്രസ് ഇനി വന്നില്ല എങ്കിൽ പിന്നെ ഭാരത മണ്ണിന്റെ അവസ്ഥകൾ എന്തായിത്തീരും? വോട്ടിൻ മിഷൻ തട്ടിപ്പ് നടന്നില്ല എങ്കിൽ നമ്മുടെ കോൺഗ്രസിന്റെ വിജയം തന്നെ നമ്മൾ കാണും. തീപാറും പോരാട്ടത്തിൽ നാടാകെ ഇളകി മറിഞ്ഞു. എല്ലാരും UDF വോട്ടുകൾ ചെയ്യണം. വർഗീയ ശക്തികൾക്ക് ഇനി രക്ഷയില്ലെന്നോർക്ക് എല്ലാരും വെറുത്തുപോയി ഇന്നത്തെ ഭരണം. രാഹുൽജി വന്നാൽ പിന്നെ ആവേശത്തേന്മഴ തന്നെ. എല്ലാരും കാത്തിരിക്കുന്നു, കോൺഗ്രസിൻ ഭരണത്തെ കാത്തിരിക്കുന്നു. ഇന്ത്യ ഭരിക്കാൻ കോൺഗ്രസ് ഇനി വന്നില്ല എങ്കിൽ പിന്നെ ഭാരത മണ്ണിന്റെ അവസ്ഥകൾ എന്തായിത്തീരും? വോട്ടിൻ മിഷൻ തട്ടിപ്പ് നടന്നില്ല എങ്കിൽ നമ്മുടെ കോൺഗ്രസിന്റെ വിജയം തന്നെ നമ്മൾ കാണും. ഭിന്നിച്ചു നിന്നിടാതെ ഒന്നിച്ചു നമ്മൾ നിന്നാൽ ഒന്നിച്ച പറക്കും അവരിൽ എന്നതോർക്കണം. മനസാക്ഷിയുള്ളവരാരും ഈ ഭരണം ആശിക്കില്ല. എല്ലാവർക്കും അത്രത്തോളം മടുത്തുപോയി. സത്യത്തിൻ കൂടെ നമ്മൾ ഇന്നോളം നിന്നവരല്ലേ. എല്ലാവർക്കും ഭാരത മണ്ണ് സ്വന്തം വന്നേ മതിയാകൂ കോൺഗ്രസ്. ഇന്ത്യ ഭരിക്കാൻ കോൺഗ്രസ് ഇനി വന്നില്ല എങ്കിൽ പിന്നെ ഭാരത മണ്ണിൽ
അതുപോലെ കേരള മക്കൾ ജാതിമതഭേദം തെല്ലും ഇല്ലാതെ കൈകൾ കോർത്താൽ നമ്മൾ വിജയിക്കും. ഇന്ത്യ ഭരിക്കാൻ കോൺഗ്രസ് ഇനി വന്നില്ല എങ്കിൽ പിന്നെ ഭാരത മണ്ണിന്റെ അവസ്ഥകൾ എന്തായി തീരും? വോട്ടിൻ മിഷൻ തട്ടിപ്പ് നടന്നില്ല എങ്കിൽ നമ്മുടെ കോൺഗ്രസിന്റെ വിജയം തന്നെ നമ്മൾ കാണും.